2026 ജനുവരി ആദ്യവാരം വെനസ്വേലയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നീക്കത്തിലൂടെ അമേരിക്കൻ സൈന്യം വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മറൂഡോയെ പിടികൂടി. ജനുവരി 3-ന് പുലർച്ചെ നടന്ന അതീവ രഹസ്യവും വേഗമേറിയതുമായ ഈ ഓപ്പറേഷനിൽ വെനസ്വേലയുടെ തലസ്ഥാനമായ കരാക്കസിലെ മിറാഫ്ലോസ് കൊട്ടാരത്തിന് മുകളിലൂടെ അമേരിക്കൻ വിമാനങ്ങൾ പറന്നിറങ്ങുകയും മറോഡോയെ തറവിലാക്കുകയുമായിരുന്നു. ഒരു യുദ്ധത്തിലെന്നുപരി കൃത്യമായ ലക്ഷ്യത്തോടെ നടത്തിയ ഒരു സർജിക്കൽ എക്സ്ട്രാക്ഷൻ ആയിരുന്നു ഇതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ സൈബർ വാർഫെയർ ഡിവിഷൻ നടത്തിയ അതിശക്തമായ നീക്കങ്ങളാണ് ഈ ദൗത്യം വിജയകരമാക്കാൻ സഹായിച്ചത്. റഷ്യയിൽ നിന്നും കോടികൾ മുടക്കിയ S-300 എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും റഡാറുകളിൽ പെടാതെ ചൈനീസ് നിർമ്മിത റഡാറുകളെയും നിഷ്പ്രഭമാക്കാൻ അമേരിക്കൻ ഹാക്കർമാർക്ക് സാധിച്ചു. വെനസ്വേലയുടെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർന്നതോടെ F-35 ലൈറ്റനിങ് II വിമാനങ്ങൾ നഗരത്തിന് മുകളിലെത്തി. കരീബിയൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന US ഇവോജിമ എന്ന ഭീമൻ കപ്പലിൽ നിന്നുള്ള കമാൻഡോകളും ഈ നീക്കത്തിന് പങ്കാളികളായി. ഈ സൈനിക നടപടി പെട്ടെന്നുണ്ടായ ഒന്നല്ല, മറിച്ച് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന്റെ ഫലമായിരുന്നു. 2025 മുതൽ തന്നെ കരീബിയൻ കടലിൽ അമേരിക്ക സാധാരണമായ സൈനിക വിന്യാസം നടത്തിയിരുന്നു. ഡ്രോയറുകൾ, ക്രൂയിസറുകൾ, ന്യൂക്ലിയർ പവർ സബ്മറൈനുകൾ എന്നിവയ്ക്കൊപ്പം ആയിരക്കണക്കിന് മറൈൻ കമാൻഡോകളും സജ്ജമായിരുന്നു. മയക്കുമരുന്ന് വേട്ട എന്ന പേരിലാണ് ആദ്യഘട്ടത്തെ നീക്കം തുടങ്ങിയതെങ്കിലും മറൂഡോയെ അധികാരത്തിൽ നിന്നും നീക്കം ചെയ്യുക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. മറൂഡോയെ പിടികൂടുന്നവർക്ക് ഏകദേശം 125 കോടി രൂപയുടെ ഇനാമും അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമായിരുന്നിട്ടും വെനസ്വേല നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ സാഹചര്യങ്ങളിലേക്ക് നയിച്ചത്. ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നതും മറൂഡോ ഏകാധിപത്യ ഭരണം നടത്തുകയാണെന്ന പ്രതിപക്ഷ ആരോപണവും നിലനിൽക്കുന്നുണ്ട്. രാജ്യം അതിസമ്പന്നമാണെങ്കിലും ജനങ്ങൾ പട്ടിണിയിലാണ്. ആഹാരത്തിനും മരുന്നിനുമായി ജനങ്ങൾ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടതായി വരുന്നു. നിലവിൽ മറൂഡോയെ നീക്കം ചെയ്യുന്നതോടെ വെനസ്വേല ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം പങ്കുവയ്ക്കുന്നുണ്ട്. മറൂഡോയ്ക്ക് പകരമായി പ്രാദേശിക ഗുണ്ടാ സംഘങ്ങൾ അധികാരം കൈയടക്കുകയാണെങ്കിൽ വെനസ്വേല കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങും. അമേരിക്കയുടെ ഈ കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എണ്ണ സമ്പത്തും ആഗോള രാഷ്ട്രീയ സ്വാധീനവും വെനസ്വേലയുടെ ഭാവിയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.